ഗവർണർ സർക്കാർ പോര് മുറുകുന്നു. ഗവർണറുടെ സൽക്കാരം സർക്കാർ വീണ്ടും ബഹിഷ്കരിച്ചതാണ് ഒടുവിൽ നടന്നത്. റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പരസ്പരം മുഖം കൊടുക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുത്തതും ഇതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം നിയമസഭാ സമ്മേളനത്തിലെടുത്ത നിലപാടിൽ പ്രതിപക്ഷവും ഗവർണറോട് ഇടഞ്ഞു തന്നെയാണ്. വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിഷ്ണു, ഗവർണർ സർക്കാർ പോര് മുറുകുമ്പോൾ ഇത് ഭരണത്തെയും അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് കാര്യങ്ങളിലുള്ള ഇപ്പോൾ ബില്ല് പല വിധത്തിലുള്ള ബില്ല് ഒപ്പിടാതെ നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത്തരം കാര്യങ്ങളെയൊക്കെ എത്രമാത്രം ബാധിക്കും? ഫിജി, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഇപ്പോൾ ശക്തമാകുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖം കൊടുത്തില്ല എന്നുള്ളത് വ്യക്തമാകുകയാണ്. അതോടൊപ്പം തന്നെ ഗവർണർ നൽകിയ സൽക്കാര ചടങ്ങിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുത്തിരുന്നില്ല. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഇതിൽ നിന്ന് കൃത്യമായ ഒരു സൂചന ലഭിക്കുന്നത് ഇനിയും ഗവർണർ സർക്കാർ പോര് മുറുകുമെന്ന് തന്നെയാണ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള നിലപാട് കടുത്തു തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയതും അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് പോയതുമെല്ലാം നിയമസഭയ്ക്ക് മേലിലുള്ള അവഹേളനമാണെന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും അടക്കം ഒന്നിച്ചു പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ ഗവർണർ സംസ്ഥാന സർക്കാരിന് എതിരായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ സംസ്ഥാന സർക്കാർ ഈ വിദ്യാഭ്യാസ മേഖലയിൽ തലയിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരോക്ഷമായി വിമർശിക്കുകയുണ്ടായി. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം വാദോരാതെ സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് കൃത്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് ഗവർണർ എടുത്തിട്ടുള്ളത്. ഇനിയും ഗവർണർ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് തന്നെ വ്യക്തമാക്കുന്നത്. അതേസമയം സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായി ഉള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് വ്യക്തമായി അറിയാൻ സാധിക്കുന്നത് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട് നൽകിയിരുന്ന പല ബില്ലുകളും ഇപ്പോഴും ഗവർണർ ഒപ്പിടാതെ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയ ബില്ലുകൾ വരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഭൂപതിവ് ഭേദഗതി ബില്ലും അതോടൊപ്പം സർവകലാശാല ബില്ലുകൾ അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളൊക്കെയും ഗവർണർ നിരസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അതോടൊപ്പം ഗവർണർ പുതിയ ബില്ലുകൾ ഒപ്പിടാനുള്ള സാധ്യതയും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വ്യക്തമാകുക. ഗവർണർ സൂക്ഷ്മമായ നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരിക്കും സർക്കാരിന് വേണ്ട രീതിയിലുള്ള പരിഗണന നൽകുക. അതേസമയം ഗവർണർക്കെതിരെയും ശക്തമായ നിലപാടുമായി സംസ്ഥാന സർക്കാർ ഇനിയും മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാണ്. ഗവർണർ സർക്കാരിന് ഈ വിരുന്ന് നൽകുന്ന ഒരു ഘട്ടം, രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വിരുന്ന് രണ്ടാം തവണയാണ് ഈയിടെ ഗവർണർ ബഹിഷ്കരിക്കുക. നേരത്തെ തന്നെ 2 മന്ത്രിമാർ ചുമതലയേൽക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷവും ഗവർണറിൻ്റെ വിരുന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും നിരസിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം തവണയാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഈയിടെ ഉണ്ടാകുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാൻ ഗവർണറിനും തിരിച്ചും അതുപോലെ സാധിക്കുമെന്നാണ് ഇനി നിന്ന് വ്യക്തമാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഗവർണർ സർക്കാർ പോര് ശക്തമായി മുറുകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഫിജി, വിഷ്ണു, മറ്റൊരു കാര്യം, ഇത്തരത്തിൽ പോര് മുറുകുമ്പോൾ ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനത്തിൽ ഗവർണറുടെ നടപടി അത് പ്രതിപക്ഷത്തെ അല്പം അസ്വസ്ഥമാക്കിയിരുന്നു. അവർ അതിന് പ്രതിഷേധം വാക്കുകളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ പോര് മുറുകുമ്പോൾ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ശക്തമായ ഒരു വിമർശനമാണ് ഗവർണർക്കെതിരെ ഉന്നയിച്ചത്. നിയമസഭയിൽ ഗവർണർ കാണിച്ച നടപടി, അതായത് ഗവർണർ ഈ നയപ്രഖ്യാപന പ്രസംഗം ചുരുക്കിയതും അതിനുശേഷം ഇറങ്ങിപ്പോയതുമൊക്കെ നിയമസഭയോട് കാണിച്ച അവഹേളനമാണെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടി പറയുന്നത്. പ്രതിപക്ഷത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വിമർശിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഗവർണർ ഏത് തരത്തിലുള്ള ന്യായീകരണം നൽകിയാലും ഈ ഒരു നടപടി തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്ന് തന്നെയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പറയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഗവർണർക്കെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനോടൊപ്പം തന്നെ പ്രതിപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഗവർണർക്കെതിരെ പൂർണ്ണമായി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെയും പ്രതിപക്ഷം എത്തിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളെയും ഈ പ്രതിപക്ഷം നിരീക്ഷിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഘട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഗവർണറുടെ ഈ നിലപാട് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് തന്നെയാണ് പ്രതിപക്ഷം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിന് എതിരെ പറയുമ്പോഴും ഗവർണർ കാണിക്കുന്ന നടപടികളിലും ഇപ്പോൾ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ച ഒരു ഘട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഫിജി, ശരി. വിഷ്ണു കരുണാകരൻ വിലയിരുത്തുന്നു. ഗവർണർ സർക്കാർ പോര് മുറുകുമ്പോൾ